ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കൊക്കക്കോള എന്ന ലഘുപാനീയം, സോഫ്റ്റ് ഡ്രിങ്ക്, അത് ലോകത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു പാനീയം തന്നെയാണ്. അതിൻ്റെ പ്രിയത കൊണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അത് കോ എന്ന ഓമന പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ആ നിലയ്ക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. കേരളമാകട്ടെ കൊക്കക്കോളയ്ക്കെതിരെ ദീർഘമായ പ്രക്ഷോഭം നടത്തുകയും ചെയ്തു. അത് ആ പാനീയത്തെ മുൻനിർത്തിയല്ല, കൊക്കക്കോളയെ സംബന്ധിച്ചും അതിൻ്റെ അപായ സൂചനകളെ സംബന്ധിച്ചും ധാരാളം വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കാറുണ്ട്. ഈ പാനീയം വെറുതെ തിളപ്പിച്ചാൽ കുറച്ചു കഴിഞ്ഞ് അത് ടാറു പോലെയുള്ള ഒരു സാധനമായി മാറും എന്ന് തികച്ചും കണ്ടെത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അകത്തു ചെന്നാൽ അപായകാരിയാണ് ഈ മൃദുല പാനീയം. എങ്കിലും അതിന് വലിയ നിലവാരത്തിൽ മാർക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കമ്പനി അത് ഉപയോഗിക്കുന്നുമുണ്ട്. കേരളത്തിൽ കൊക്കക്കോളയ്ക്കെതിരായി ഈ പ്രക്ഷോഭം വന്നത് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധിപ്പിച്ചല്ല, മറിച്ച് പ്ലാച്ചിമടയിലെ കൊക്കക്കോള നിർമ്മാണ കമ്പനി, ആ കമ്പനി അവിടുത്തെ ഭൂഗർഭജലം ഊറ്റുന്നു എന്ന നിലയ്ക്ക് പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചാണ് കേരളത്തിൽ പ്ലാച്ചിമടയ്ക്കെതിരായി ദീർഘമായ സമരം നടന്നത്. ആ സമരത്തിൽ ഏർപ്പെട്ട ആളുകൾക്ക്, അതിന് വൈകാരിക പിന്തുണ നൽകിയ വിദൂരങ്ങളിലിരിക്കുന്ന ആളുകൾക്കൊക്കെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് കൊക്കക്കോളയും കേരളവുമായി ബന്ധിപ്പിച്ച് നമുക്ക് ഇന്ന് പ്രാധാന്യത്തോടെ പത്രലോകം തരുന്ന വാർത്ത. മലയാള മനോരമ ആ വാർത്ത ലീഡാക്കിയിട്ടുണ്ട്. കൊക്കക്കോള കേരളം വിടുന്നു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത. കേരളം വിടുന്നു എന്ന് പറയുന്നത് കൊക്കക്കോള കമ്പനി തന്നെയാണ്. അവർ കൊക്കക്കോള കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനുള്ള അവരുടെ തീരുമാനം കോടതിയിൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇതുമായി ബന്ധിപ്പിച്ച് കോടതിയിൽ നിന്നിരുന്ന വ്യവഹാരം അത് നിലയ്ക്കുകയും ചെയ്തിരിക്കുന്നു. വാർത്ത കാണുക. പാലക്കാട് ജില്ലയിലെ പ്ലാച്ചിമടയിൽ ഇനി ഫാക്ടറി തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കൊക്കക്കോള കമ്പനി സുപ്രീം കോടതിയെ അറിയിച്ചു. ഇത് കണക്കിലെടുത്ത് ഫാക്ടറിക്ക് പ്രവർത്തനാനുമതി നൽകാൻ നിർദ്ദേശിച്ച കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും പെരുമാട്ടി പഞ്ചായത്തും മലിനീകരണ നിയന്ത്രണ ബോർഡും നൽകിയ ഹർജികൾ ജഡ്ജിമാരായ റോഹിൻടൺ നരിമാൻ, എസ്.കെ. കൗൾ എന്നിവരുടെ ബെഞ്ച് തീർപ്പാക്കി എന്നാണ് വാർത്ത. പ്ലാച്ചിമട ഫാക്ടറിനെ തുറക്കില്ലെന്ന് കമ്പനി സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകുകയും ചെയ്തു. പഞ്ചായത്തിന് ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന അധികാരമുണ്ടോ എന്ന കാര്യമൊന്നും കോടതിയിൽ കമ്പനി പോലും ഉന്നയിച്ചില്ല. വളരെ പ്രധാനപ്പെട്ട ആ പ്രമേയം അതുകൊണ്ട് തന്നെ കോടതിയിലെ ഒരു വ്യവഹാര പ്രമേയമായി മാറുകയും ചെയ്തില്ല. ഏകപക്ഷീയമായി കമ്പനി പിൻവാങ്ങി. അതുകൊണ്ട് കേസ് തീർപ്പാകുകയും ചെയ്തു. ജോമി തോമസാണ് ആ വാർത്ത തരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം അനുബന്ധ വാർത്തകളും ഇൻസെറ്റിൽ തന്നിരിക്കുന്നു. ഉചിത ഭംഗിയോടെ മനോരമ. അവസാന ഉൽപ്പാദനം ഈ പ്ലാന്റിൽ നടന്നത് 2004 അതായത് 13 വർഷം ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോൾ ഏത് കാര്യവും വിസ്മൃതിയിലേക്ക് വിലയം പ്രാപിക്കാൻ പാകത്തിലുള്ള ഒരു കാലയളവ് തന്നെയാണ്. അതിനുശേഷമാണ് പശു ചത്തു മോരിലെ പുളിയുമൊക്കെ പോയപ്പോഴാണ് സുപ്രീം കോടതി അതിൻ്റെ വിധിയുമായി വന്ന് ഇങ്ങനെ ഒരു ഗൗരവതരമായ പ്രശ്നം ഇവിടെ നിലനിന്നിരുന്നു എന്ന് നമ്മെ സൗമനസ്യത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. അതേ സംബന്ധിച്ച് പ്ലാച്ചിമട സമരസമിതി ഈ വാർത്ത വന്നതിന് ശേഷം അതിൻ്റെ പ്രതികരണം എന്ത് എന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. നല്ല കാര്യമാണിത്, ഒന്നാം ഘട്ടം സമരം വിജയമാണ് എന്നാണ് ഈ വാർത്ത തെളിയിക്കുന്നത്. ഒന്ന്, ഇനിയും വരുന്നു സമരം. നഷ്ടപരിഹാരത്തുക, ട്രൈബ്യൂണൽ, കോള ഉടമകളുടെ അറസ്റ്റ്, വസ്തു കണ്ടുകെട്ടൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വീണ്ടും സമരം തുടരും എന്ന് പ്ലാച്ചിമട സമരസമിതി. സമരങ്ങൾ അവസാനിക്കുന്നില്ല.
കമ്പനികൾ അവസാനിച്ച് കഴിഞ്ഞാലും സമരങ്ങൾ അവസാനിക്കുന്നില്ല. അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഒരു വൻ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ ഏറ്റവും ശുഭപര്യവസായിയായ തിരശീല ഇന്ന് വീണിരിക്കുന്നു ഈ വാർത്തയിലൂടെ എന്ന് വായനക്കാർക്ക് നിസ്സംശയം പറയുകയും ചെയ്യാം. നഴ്സുമാരുടെ സമരത്തിന് അവരാഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള വാർത്താ പ്രചാരണം ലഭിച്ചു. കാരണം അത്രത്തോളം സഹിച്ചു ആ ജനത എന്ന കാര്യത്തിൽ കേരളത്തിൽ ആർക്കും സംശയമില്ല. സത്യത്തിൽ ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു വലിയ വിഭാഗം ആളുകൾ നഴ്സിംഗിലേക്ക് യാത്രയായത്. കേരളത്തിൽ ഉള്ള വസ്തു വരെ പണയപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ലോൺ നേടിയാണ് ഇടത്തരക്കാരൊക്കെ അവരുടെ കുട്ടികളെ നഴ്സിംഗിന് അയച്ചത്. ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള പണം പോലും ജോലി ചെയ്യുന്ന ഇടത്ത് അവർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ചികിത്സാ ചിലവ് കേരളത്തിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതിമനോഹരമായി ലാഭക്കൊയ്ത്ത് നടത്താൻ കഴിയുന്ന ഒരു നിക്ഷേപ തുറയായി ഈ ആരോഗ്യ സംരക്ഷണ രംഗം മാറുമ്പോഴും നഴ്സുമാർക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് അളമുട്ടി ഗതി കെട്ട് അവർ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. ആ പ്രക്ഷോഭത്തിന് വൻ ജനകീയ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ആ പ്രക്ഷോഭം ഒരു നിലവാരത്തിൽ പരിഹാരത്തിലേക്ക് സഞ്ചരിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അത് സഞ്ചരിക്കുന്നില്ല. തിങ്കളാഴ്ച മുതൽ മുഴുവൻ നഴ്സുമാരും കേരളത്തിൽ അവർ പണിമുടക്കിലേക്ക് നീങ്ങുന്നു, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒഴിച്ച്. അങ്ങനെ നീങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യ പരിപാലന രംഗം പരിപൂർണമായ സ്തംഭനത്തിലേക്ക് നീങ്ങിക്കൂടായികയില്ല. കാരണം ഈ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ പണിമുടക്കിയാൽ ആ ആശുപത്രികൾ പ്രവർത്തിക്കില്ല പൂർണ്ണമായും. ആ രോഗികൾ കൂടി സർക്കാർ ആശുപത്രിയിലേക്ക് വരും. അതാകട്ടെ അവർക്ക് കൈക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലിയ അളവുമായിരിക്കും. അവിടെയും കാര്യങ്ങൾ പന്തികേടിലാകും. അതുവഴി മൊത്തം ചികിത്സാരംഗം സ്തംഭിക്കപ്പെടുന്ന ഒരവസ്ഥാ വിശേഷം തിങ്കളാഴ്ച മുതൽ ഉണ്ടാകാൻ പോകുന്നു. മാതൃഭൂമി അതുകൊണ്ട് ആ വാർത്ത പരമപ്രധാനമായ വാർത്തയായി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, സമരത്തിലുറച്ച് നഴ്സുമാർ, അടച്ചിടൽ തന്ത്രവുമായി ആശുപത്രി ഉടമകൾ. തിങ്കളാഴ്ച മുതൽ അത്യാഹിത വിഭാഗവും പരിമിത OPയും മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ആശുപത്രി മുതലാളിമാർ പറയുന്നു. അനിശ്ചിതകാല സമരവുമായി നഴ്സുമാർ മുന്നോട്ട് പോയാൽ തിങ്കളാഴ്ച മുതൽ ആശുപത്രികളിൽ പ്രവർത്തനം ഭാഗികമായി നിർത്തിവെക്കുമെന്ന് സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ. അതാണ് അവസ്ഥ. കേരള സർക്കാർ ഇത് പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങി ചില പരിഹാരം കണ്ടെത്തിയതാണ്. അവർ മൊത്തം വേതനം 20,300 രൂപ എന്ന നിലയ്ക്ക് പരിഹാരവും മുന്നോട്ട് കൊണ്ടുവന്നതാണ്, അംഗീകരിക്കപ്പെട്ടതാണ്. പക്ഷേ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? 20,300 രൂപ അടിസ്ഥാന ശമ്പളമായി നഴ്സുമാർക്ക് കൊടുക്കണം, അവരത് അറിയിക്കുന്നു എന്നാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല. സുപ്രീം കോടതി എന്ത് നിജപ്പെടുത്തിയോ അത് ഞങ്ങൾക്ക് തരണം എന്നാണ് നഴ്സുമാർ ഇവിടെ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കേരള സർക്കാർ മുന്നോട്ട് വെച്ച മൊത്തത്തിലുള്ള 20,300 രൂപ എന്നതല്ല, അടിസ്ഥാന ശമ്പളം 20,300 ആകും എന്ന് പറഞ്ഞാൽ ഏകദേശം 24,000-25,000 രൂപയോളം മൊത്തം ശമ്പളം ലഭിക്കും. അത് നൽകാനാണിപ്പോൾ കഴിയാതിരിക്കുന്നത്. കേരള സർക്കാർ, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ പറഞ്ഞതുമാതിരി പരമാവധി പണിത് നോക്കി, പക്ഷേ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഇനിയും സമയമുണ്ട്. തിങ്കളാഴ്ചയിലേക്ക് ഏതായാലും ഒരു സമവായം, പരിഹാരം ഈ കാര്യത്തിൽ സർക്കാർ ഇടപെട്ടുണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ എന്താണ് UDFൻ്റെ അവസ്ഥ? UDFൻ്റെ പ്രമുഖ നേതാക്കൾ ഉമ്മൻചാണ്ടി, KM മാണി, അതുമാതിരി തന്നെ PK കുഞ്ഞാലിക്കുട്ടി, ഈ മൂവർ സംഘമാണെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിൽ തന്നെ വലിയ നിലയും വിലയും ഒന്നുമില്ല ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ റോളില്ല. PK കുഞ്ഞാലിക്കുട്ടിയാകട്ടെ MP ആയി നാട് വിടുകയും ചെയ്തു. പിന്നെ KM മാണി എന്നേ UDF വിട്ടു. ഈ 3 കാര്യങ്ങൾ മതി UDF തകർന്ന് തരിപ്പണമായ ഒരു കൂടാരമാണ് എന്ന് ബോധ്യപ്പെടാൻ. ആ സാഹചര്യത്തിലാണ്
UDF നിന്ന് ജനതാദൾ യു എന്ന പ്രധാനപ്പെട്ട കക്ഷി അത് വിടാൻ പോകുന്നു, LDFിലേക്ക് വരാൻ പോകുന്നു എന്ന കേട്ടുകേൾവികൾ തുടങ്ങിയിട്ട് കുറേ നാളായി. അതേ സംബന്ധിച്ച് ഇന്നലെ വ്യക്തമായ ചില പ്രസ്താവങ്ങൾ ജനതാദൾ യു ക്യാമ്പിൽ നിന്നുണ്ടായി. അത് ദേശാഭിമാനി സഹർഷം വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, ജനതാദൾ യു UDF വിടുന്നു. കേരള കോൺഗ്രസ് മാണിക്ക് പിറകെ ജനതാദൾ യു കൂടി UDF വിടാൻ ഒരുങ്ങുന്നു. ഇതോടെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യമെന്ന നിലയിലേക്ക് ആ മുന്നണി ചുരുങ്ങും. ഈ രണ്ട് പാർട്ടികൾക്ക് പുറമെ ചില ഈർക്കിൽ പാർട്ടികൾ മാത്രമാണ് UDFിൽ അവശേഷിക്കുന്നത്. ജനതാദൾ യു നേതാക്കളായ വർഗീസ് ജോർജ്, ചാരുപാറ രവി, ഷെയ്ഖ് പി ഹാരിസ് തുടങ്ങിയവരെല്ലാം UDF വിടണമെന്ന ആവശ്യം പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. വലിയ കലഹവുമായിട്ടാണ് UDFിലേക്ക് വീരേന്ദ്രകുമാറിൻ്റെ JDU പോയത്. ഒറ്റ MLA ഇല്ല. അതുപോലെ RSPയും പോയത് വലിയ കലഹവുമായിട്ടാണ്. ഒറ്റ MLAയും ഇല്ല. ഇവരൊക്കെ പുനഃപരിശോധന നടത്തുന്നു. അത് ഒരു നല്ല കാര്യവും ആണ്. തമിഴ്നാട് കേരള കോഴി വ്യവസായ ലോബിയുണ്ടല്ലോ, അവരുടെ പിടി അയയുന്നു എന്ന നിലയ്ക്കുള്ള നല്ല വാർത്തയാണ് കോഴിക്കച്ചവട രംഗത്ത് നിന്ന് ഇന്ന് വായനക്കാരെ തേടിയെത്തുന്നത്. ദേശാഭിമാനിയുടെ അവസാന പുറം ആ വാർത്ത തരുന്നത് കാണുക. KN സനിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. കോഴി മൊത്തവില താഴോട്ട് തന്നെ. 87 പറഞ്ഞു, സമ്മതിച്ചില്ല. 100 തരാമെന്ന് അന്ന് പറഞ്ഞു, അതിനപ്പുറം പോയി. 120, 130 രൂപയ്ക്ക് ജീവനുള്ള കോഴിയുടെ വില കയറ്റി വെച്ചു കച്ചവടക്കാരെങ്കിൽ. കേരളം ശക്തിയായി പ്രതിരോധിച്ചപ്പോൾ ഇതാ കോഴി മൊത്തവില താഴേക്ക് വന്നിരിക്കുന്നു. ചരക്ക് സേവന നികുതിയുടെ മറവിൽ ഉപയോക്താക്കളെ കൊള്ളയടിക്കാനുള്ള വൻകിട വ്യാപാര ലോബിയുടെ ശ്രമങ്ങൾക്കെതിരെ കേരളം കൈക്കൊണ്ട ശക്തമായ നിലപാട് ദേശീയ തലത്തിൽ ശ്രദ്ധയെ ആകർഷിക്കുന്നു. ചരക്ക് സേവന നികുതിയുടെ മറവിൽ ഉൽപ്പന്നങ്ങൾക്ക് MRPയേക്കാൾ കൂടിയ വില ഈടാക്കുന്നതിനെതിരെയും നികുതി ഇല്ലാതായിട്ടും കോഴിക്ക് വില വർദ്ധിപ്പിക്കുന്നതിനെതിരെയും ധനവകുപ്പ് കൈക്കൊണ്ട നടപടികളാണ് കമ്പോളത്തെ സ്വാധീനിക്കുന്നത്. കോഴി 87 രൂപയ്ക്ക് വിൽക്കണമെന്ന സർക്കാരിൻ്റെ കർശന നിലപാട് മൂലം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മൊത്ത വ്യാപാരികൾ വില കുറയ്ക്കാൻ നിർബന്ധിതരായി. കേരളത്തിലെ കമ്പോളം നഷ്ടമായാൽ ദക്ഷിണേന്ത്യയിലെ കോഴി വ്യവസായം തന്നെ തകരും. ഇതുമൂലമാണ് വില കുറയ്ക്കാൻ നിർബന്ധിതമാകുന്നത്. അതായത് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ ലക്ഷ്യങ്ങൾ പൂവണിയുന്നു ഈ വാർത്തയിലൂടെ എന്നാണ് നമുക്ക് പറയാനാവുക. നമ്മുടെ രാജ്യത്തെ ഒരവസ്ഥ, പ്രധാനമന്ത്രി വലിയ വായിലെ സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് മാധ്യമങ്ങളിൽ വന്ന് ഒരു കാര്യം പറയും. അവസാന ഘട്ടത്തിലെ അദ്ദേഹം പറയും. പക്ഷേ മറ്റൊരു വഴിക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അബദ്ധജടിലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. അത് കണ്ടാലും പ്രധാനമന്ത്രി തുടർ വാർത്തകൾക്കൊന്നും കേന്ദ്രമാവുകയുമില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പശു രാഷ്ട്രീയ പ്രമേയമായ കാര്യത്തിൽ പശുവിനെ മുൻനിർത്തി ആളുകളെ തെരുവിൽ തല്ലിക്കൊല്ലുന്ന സാഹചര്യം ഗോരക്ഷാസേന സൃഷ്ടിച്ചപ്പോൾ അവസാനം എത്രയോ നാളായി ദാദ്രിയിലെ അഖ്ലാഖിൽ തുടങ്ങിയ ഒരു പ്രക്രിയയാണിത്. ഏറ്റവും പുതിയതായി അത് പല ഉരു സംഭവിച്ചിട്ടും മിണ്ടാതെ കുലീന മൗനം പാലിച്ച നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്തിടെ പറഞ്ഞു, പശുരക്ഷയുടെ പേരിൽ ആളുകളെ കൊല്ലുന്നത് അംഗീകരിക്കാനാവില്ല, അത് നിർത്തണം, തെറ്റായ പ്രവണതയാണ്. അതിന് പിന്നെയും അത് സംഭവിക്കുക തന്നെ ചെയ്തു. ഇതാ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കാറ്റിൽ പറത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തെരുവിലെ ഗുണ്ടാ സംഘം. പ്രധാനമന്ത്രി ഒന്ന് പറയും, ഗുണ്ടകൾ മറ്റൊന്ന് ചെയ്യും. പശുവിറച്ചി കൈവശം വെച്ചുവെന്നാരോപിച്ച് വീണ്ടും തല്ല്. വാർത്താ മാധ്യമം 1-ാം പേജിൽ. ഗോമാംസം കൈവശമുണ്ടെന്നാരോപിച്ച് യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി. നാഗ്പൂർ ജില്ലയിലെ കട്രോൾ ടൗണിൽ താമസിക്കുന്ന സലീം ഇസ്മായിൽ ഷൈഖാണ് ഒരു സംഘം ആളുകളുടെ ആക്രമണത്തിന് ഇരയായത്. 31 വയസ്സാണ് ഷൈഖിന് ഉള്ളത്. നാഗ്പൂരാണ് RSSൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുകൂടി ആലോചിക്കണം. മോദി പറഞ്ഞാലൊന്നും ഒരു കാര്യവും അവിടെ നടക്കാൻ പോകുന്നില്ല എന്നു വേണം അനുമാനിക്കേണ്ടത്.
ഇന്ന് ദീപിക മറ്റു പത്രങ്ങളൊന്നും തരാത്ത ഒരു വാർത്ത തരുന്നു. ഒരു വാർത്ത തരുന്നു എന്ന് മാത്രമല്ല, അത് ലീഡ് വാർത്തയാക്കിയിരിക്കുകയും ചെയ്യുന്നു. അത്രത്തോളം ലീഡ് എന്ന നിലയ്ക്ക് ആ വാർത്തയാക്കുമ്പോൾ ആ വാർത്തയുടെ പ്രാധാന്യം ഇന്ത്യ അവർ രൂപപ്പെടുത്തുന്ന, ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുത്തുന്ന പടയൊരുക്കത്തിൻ്റെ വാർത്തയാണ്. വലിയ യുദ്ധസന്നാഹത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് എന്നാണ് ദീപിക പറയുന്നത്. ചൈനയാണ് ലക്ഷ്യമെങ്കിൽ അത് ആശ്വാസകരമായ ഒരു ഫലം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാനൊന്നുമാകില്ല. 62-ൻ്റെ ഭീതിതമായ ഓർമ്മ ഇപ്പോഴും നമുക്കുണ്ട്, ചൈനയുമായി മുട്ടി നോക്കിയതിൻ്റെ ഓർമ്മ. പക്ഷേ ദീപിക പറയുന്നു, വൻ നിലവാരത്തിലാണ് യുദ്ധസന്നാഹത്തിലേക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അതിന് ചില നിദാനങ്ങളും ഈ വാർത്തയിൽ പത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത്രമാത്രം ആരോഗ്യകരമല്ലാത്ത, ആശാവഹമല്ലാത്ത ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. പടയൊരുക്കം എന്നാണ് ആ ദീപിക വാർത്തയുടെ ശീർഷകം. ഇന്ത്യയുടെ പടയൊരുക്കം തന്നെയാണത്. ഇന്ത്യയുടെ ആയുധപ്പുര നിറയ്ക്കാൻ 40,000 കോടി രൂപ സമാഹരിക്കുന്നു സർക്കാർ. ചൈനയെ മുഴുവൻ ലക്ഷ്യമിട്ട് ആണവ മിസൈൽ. വലിയൊരു രാജ്യമാണ് ചൈന, ഒരു ഉപഭൂഖണ്ഡത്തോളം വലിപ്പം. അവിടെ എവിടെയും മിസൈൽ ഇടാൻ പറ്റുന്ന പാകത്തിൽ ആണവ മിസൈൽ തയ്യാറാക്കുന്നു ഇന്ത്യ. 15 ദിവസം വരെ നീളുന്ന തീവ്ര യുദ്ധത്തിനുള്ള സന്നാഹമാണ് ഇന്ത്യ ഒരുക്കുന്നത്. അത്ര ചെറിയ കാര്യമൊന്നുമല്ല. മറ്റു പത്രങ്ങൾക്കൊന്നും പക്ഷേ കിട്ടിയിട്ടുമില്ല. ഇന്ത്യ ഭൂട്ടാൻ ചൈന അതിർത്തിയിൽ സംഘർഷാന്തരീക്ഷം അയവില്ലാതെ തുടരുന്നതിനിടെ ഇന്ത്യ ആയുധപ്പുര സജ്ജമാക്കുന്നു. അടിയന്തര ആവശ്യത്തിനുള്ള ആയുധങ്ങളും സാമഗ്രികളും വാങ്ങാൻ 40,000 കോടി രൂപ അനുവദിച്ചു. കരസേനയുടെ വൈസ് ചീഫിന് അടിയന്തര വാങ്ങലുകൾക്കുള്ള അധികാരം നൽകി എന്നുമാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഏതായാലും അമേരിക്കയിലെ 2 ആണവ പ്രതിഭകൾ ചേർന്ന് എഴുതിയ അവരുടെ ഒരു നിരീക്ഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ്. ആധികാരികതയുണ്ട്. 2 അമേരിക്കൻ ആണവ വിദഗ്ധർ എഴുതിയ ഒരു കാര്യമാണിത്. ആഫ്റ്റർ മിഡ് നൈറ്റ് എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണത്തിലാണ് ഇത് എഴുതിയത്. ഹാൻസ് ക്രിസ്റ്റൻസൺ, റോബർട്ട് നോറിസ് എന്നിവർ ചേർന്ന് എഴുതിയ ഈ ലേഖനത്തിൻ്റെ പേര് ഇന്ത്യയുടെ ആണവ സന്നാഹം 2017 എന്നുമാണ്. അതുകൊണ്ട് വൈകാതെ മറ്റു പത്രങ്ങളിലും ഈ വാർത്ത പ്രത്യക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ദീപികയാണ് അത് കണ്ടെത്തി നമുക്കിപ്പോൾ തന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആ പത്രത്തിന് അഭിമാനിക്കാം. അതേ പേജിൽ ഇന്ന് ദീപിക തരുന്ന മറ്റൊരു വാർത്ത, കേന്ദ്രം സർവകക്ഷി യോഗം വിളിക്കുന്നു. വാർത്ത ഇങ്ങനെയാണ്, ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സർവകക്ഷി യോഗം വിളിച്ചു. ഇന്ത്യ ചൈന വിഷയത്തിന് പ്രതിപക്ഷം രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നതിനിടെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. 1 മാസമായി നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെ തുടർന്നാണ് ഇത്. പാർലമെൻറ്റ് മഴക്കാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ്, അത് തിങ്കളാഴ്ചയാണ്, സുപ്രധാന വിഷയങ്ങളിലെ നിലപാട് അറിയിക്കാനും പ്രതിപക്ഷത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും കൂടിയാണ് യോഗം വിളിച്ചിരിക്കുന്നത്. സർവകക്ഷി യോഗം വിളിച്ച് സമവായമുണ്ടാക്കി ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് സഞ്ചരിച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന പഴയ അടവാണ് മോദി സ്വീകരിക്കാൻ പോകുന്നത് എങ്കിൽ ഇത്തവണ അതൊന്നും ഇന്ത്യക്കാർ അനുവദിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതിയല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുകൂടി നാം തിരിച്ചറിയണം. റെയിൽവേ ഒരു കൊടും പാതകം ചെയ്യാൻ പോകുന്നു. തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ വെട്ടിമുറിക്കാൻ പോകുന്നു. ഒരു ഭാഗം വെട്ടിമുറിച്ച് തമിഴ്നാടിന് നൽകാൻ പോകുന്നു, മധുര ഡിവിഷനിലേക്ക്. നമുക്ക് ഒരു വലിയ ഡിവിഷൻ തന്നെ വേണം സോൺ തന്നെ റെയിൽവേ സോണാക്കി കേരളത്തെ പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുമ്പോഴാണ് നിലവിലുള്ള ഡിവിഷൻ തന്നെ വെട്ടിമുറിക്കുന്നത് എന്നതാണ് കൗതുകകരം. വാർത്ത കാണുക. സിറാജ് എന്ന പത്രത്തിൻ്റെ അവസാന പുറമാണ് വാർത്ത തരുന്നത്. കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ വീണ്ടും ആശങ്ക. തിരുവനന്തപുരം ഡിവിഷൻ വെട്ടിമുറിക്കുകയാണ്. മറ്റു പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേമം, തിരുനെൽവേലി, നാഗർകോവിൽ, കന്യാകുമാരി പാത മധുര ഡിവിഷനിലേക്ക് പോകും. കേരളത്തിന് തിരിച്ചടിയായി തിരുവനന്തപുരം ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള നീക്കവുമായി റെയിൽവേ. തിരുവനന്തപുരം ഡിവിഷനിൽ ഉൾപ്പെട്ട നേമം, തിരുനെൽവേലി പാതയും നാഗർകോവിൽ, കന്യാകുമാരി പാതയും മധുര ഡിവിഷന് കൈമാറാനുള്ള നീക്കവുമായാണ്
റെയിൽവേ ബോർഡ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേക റെയിൽവേ സോൺ രൂപവൽക്കരിക്കണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിലാണ് നിലവിലുള്ള ഡിവിഷൻ തന്നെ വെട്ടിമുറിക്കാനുള്ള റെയിൽവേ ബോർഡ് നടപടികൾ ആരംഭിച്ചത്. തമിഴ്നാട്ടുകാരനാണ് റെയിൽവേ മന്ത്രി, അതുകൊണ്ട് അവരുടെ പക്ഷത്തെ അദ്ദേഹം നിൽക്കൂ എന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും തുടരെ റെയിൽവേ മലയാളികളോട് കടുത്ത അപരാധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നത്തെ മുൻനിർത്തി, ഇത് ഗൗരവതരമായൊരു പ്രശ്നമാണ്, മുൻനിർത്തി ഇന്ന് മനോരമയിൽ ഒരു ലേഖനം മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ കെ ജോർജ് ജോൺ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പരിണിതികളെ സംബന്ധിച്ച ലേഖനം. അതുകൊണ്ടും തീർന്നില്ല. കേരളത്തിലെ 3 MP-മാർ, ദക്ഷിണ പ്രദേശത്തുള്ള 3 MP-മാർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഇതുമായി ബന്ധിപ്പിച്ച് നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗൗരവതരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധിപ്പിച്ച് ലഭിക്കുന്നത്. ഇന്ന് ജന്മഭൂമി എന്ന സംഘപരിവാര പത്രം അതിൻ്റെ 1-ാം പേജിൽ തന്നെ തരുന്ന ഒരു വാർത്ത, തച്ചങ്കരിയെ തുടരാൻ അനുവദിച്ചത് എന്തിന് ചോദിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി ആവർത്തിച്ച് തച്ചങ്കരിക്കെതിരായ നിലപാടുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേക കാരണം കൊണ്ടൊന്നുമല്ല, ആ നിലപാടിലേക്ക് എത്തുന്നതിന് പാകത്തിനുള്ള വ്യവഹാര സാമഗ്രി അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മാത്രമല്ല, തച്ചങ്കരി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എക്കാലവും വിവാദ സ്വഭാവത്തോടു കൂടിയ ആക്ഷേപങ്ങൾക്ക് ശരവ്യമായി ജീവിക്കുന്ന ഒരാളാണ്. ഈ തരത്തിൽ സത്യത്തിൽ ധാരാളം ആക്ഷേപങ്ങൾ ചൂഴ്ന്നു നിൽക്കുന്ന, വ്യക്തത ഇപ്പോഴും ലഭിക്കാനിടയില്ലാത്ത, എന്താണ് ഇയാൾ എന്ന് തിരിച്ചറിയാനാകാത്ത ഒരാളെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിയോഗിക്കുന്നതിൻ്റെ സാധുതയാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. തച്ചങ്കരിയെ തുടരാൻ അനുവദിച്ചത് എന്തിന് എന്ന് ഹൈക്കോടതി. ജന്മഭൂമി അത് ആദ്യ പേജിൽ തരുന്നു. വിവാദ നായകനും ആരോപണ വിധേയനുമായ ADGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ വീണ്ടും ഹൈക്കോടതിയുടെ പരാമർശം. തച്ചങ്കരിയെ പോലീസ് ആസ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇതിനെതിരെ പരാമർശം നടത്തിയിട്ടും വിഷയത്തിൽ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും വാക്കാൽ ആരാഞ്ഞു. വാക്കാൽ ആരായുന്നതൊന്നും ഗൗരവതരമായ കാര്യമല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും തച്ചങ്കരിയെക്കുറിച്ചാകുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യം ലഭിക്കും. അതിന് കാരണം ആ പോലീസ് ഓഫീസറുടെ പൂർവ്വകാല റെക്കോർഡുകൾ തന്നെയാണ്. ഇന്ന് ജന്മഭൂമിയുടെ 1-ാമത്തെ പേജിൽ ദിലീപുമായി ബന്ധിപ്പിച്ച കേസുണ്ടല്ലോ, അത് ഏകദേശം അതിൻ്റെ ഒരു വലിയ ശക്തി കുറഞ്ഞുകൊണ്ടുവരുന്ന ഒരവസ്ഥയാണുള്ളത്. കഷ്ടമാണ് ദിലീപ് എന്ന വളരെ പ്രസിദ്ധനായ ജനഹിത നായകൻ്റെ അവസ്ഥ. ഈ സെല്ലുലോയിഡിൽ വെട്ടിത്തിളങ്ങി നിന്ന ആളുകളുടെ മനസ്സിൽ ചേക്കേറിയ ആ നടൻ ഇപ്പോൾ തെളിവെടുപ്പുമായി അവിടെയും ഇവിടെയും സഞ്ചരിക്കുന്നുണ്ട്. ഏത് കേസിലും അതൊക്കെ വേണം പോലീസിന്, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ മാധ്യമങ്ങൾ പുറകെ കൂടുന്നത് വഴി അങ്ങേയറ്റം നിസ്സഹായമായൊരവസ്ഥയിലാണ് ആ നടനെ ഇപ്പോൾ മലയാളികൾ കാണുന്നത്. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ അയാൾക്കത് നേരിടേണ്ടി വരും എന്നത് മറ്റൊരു കാര്യം. എങ്കിലും മാധ്യമങ്ങൾ ഇങ്ങനെ വിടാതെ പിന്തുടർന്ന് ജനകീയ വികാരത്തിൻ്റെ വിക്ഷുബ്ധമായ പ്രതിഷേധം അത് കാണിക്കേണ്ട കാര്യമെന്ത് എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഏതായാലും അതിൻ്റെ വേലിയിറക്കത്തിലാണ് ആ വാർത്ത. എങ്കിലും അറസ്റ്റുകൾ ഉണ്ടാകാം, ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകാം. നാദിർ ഷാ അറസ്റ്റിൻ്റെ വക്കത്ത് തന്നെയാണ്. ഇന്നോ നാളെയോ ഒക്കെ നാദിർ ഷായുടെയും അപ്പുണ്ണിയുടെയും ഒക്കെ അറസ്റ്റിൻ്റെ വാർത്തകൾ വന്നാൽ അത് അത്ഭുതകരമായ ഒരു കാര്യമായിരിക്കില്ല മലയാളിക്ക്. ആ സമയത്താണ് തച്ചങ്കരിയുമായി ബന്ധിപ്പിച്ച 2-ാമത്തെ വാർത്ത ജന്മഭൂമി തരുന്നത്. അതിങ്ങനെ: നാദിർ ഷാ തച്ചങ്കരി കൂടിക്കാഴ്ച സർക്കാർ വിഷമവൃത്തത്തിൽ. നടൻ ദിലീപ് പ്രതിയായ കേസിൽ ചോദ്യം ചെയ്തെങ്കിലും നടനും സംവിധായകനുമായ നാദിർ ഷായുടെ അറസ്റ്റ് കാര്യത്തിൽ പോലീസും സർക്കാരും വിഷമവൃത്തത്തിൽ. നാദിർ ഷായും ADGP ടോമിൻ തച്ചങ്കരിയും തമ്മിൽ നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയാണ് പ്രശ്നം. ആ കൂടിക്കാഴ്ച നടന്നു എന്ന് TP സെൻകുമാർ പറയുന്നുണ്ട്. അയാൾ പറയുന്നത് മുഴുവൻ വിശ്വസിച്ച് ആശ്രയിക്കാനൊന്നും കഴിയില്ല. എങ്കിലും പോകുന്ന പോക്കിൽ അങ്ങനെ ഒരു കുത്തും കൂടി കുത്തിയിട്ടാണ് അദ്ദേഹം പോയത്. ഏതായാലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ
അതെന്തിന്, എന്തുകൊണ്ട് നാദിർ ഷായുടെ അറസ്റ്റ് വൈകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പറയാതെ ജന്മഭൂമി പറയുന്നത്. ഇന്നലെ നടിയുടെ ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഭൂമിയുമായി ബന്ധിപ്പിച്ചോ പണവുമായി ബന്ധിപ്പിച്ചോ ഉള്ള തർക്കങ്ങളൊന്നും ഈ നടനും ഞാനും തമ്മിൽ ഇല്ല, വ്യക്തിഗതമായ വിരോധം മാത്രമേയുള്ളൂ എന്നും അവർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിലെ നോബൽ പുരസ്കാര ജേതാവ്, അവിടുത്തെ പൗരാവകാശ പ്രവർത്തകൻ, അങ്ങനെയുള്ള ഒരാൾ, അദ്ദേഹം ജയിലിലായിരുന്നു. ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു, ഇന്നലെ മരിച്ചു. ലിയു സിയാവോ ബോ ആണ് ആ നിലയ്ക്ക് മരണമടഞ്ഞത്. ആ ചരമവാർത്ത പത്രങ്ങളിൽ നിന്ന് തന്നിട്ടുണ്ട്. കേരള കൗമുദി അത് ഒന്നാം പുറത്ത് തരുന്നു. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സിയാവോ ബോയുടെ ചരമവാർത്ത കേരള കൗമുദി ഒന്നാം പുറത്ത് തരുന്നത് ഇങ്ങനെ: ചൈന തുറുങ്കിലടച്ച വിമത ബുദ്ധിജീവിയും മനുഷ്യാവകാശ ജനാധിപത്യ പോരാളിയും നോബേൽ സമ്മാന ജേതാവുമായ ലിയു സിയാവോ ബോ അന്തരിച്ചു എന്നാണ് ഈ വാർത്ത കേരള കൗമുദി നമുക്ക് തരുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് നിലനിൽക്കുന്ന അനഭിലഷണീയ പ്രവണതകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീയുടെ മേലുള്ള അതിക്രമണം. ആ വിഷയത്തെ മുൻനിർത്തി കച്ചവട സിനിമ എപ്രകാരമാണ് സ്ത്രീ ശരീരത്തെയും ആത്മാവിനെയും ഒരു സെല്ലിംഗ് പോയിൻ്റ് ആക്കുന്നത്. ലേഖനമെഴുതുന്നത് പാർവതി ടി. അവർ സിനിമാ നടിയാണ്, സാമൂഹ്യ പ്രവർത്തകയുമാണ്. ആ ലേഖനം കാണുക. സിനിമയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ കുടുക്കാനും ക്രൂരമായി ആക്ഷേപിക്കാനും ആക്രമിക്കാനും കൊട്ടേഷൻ കൊടുക്കുക എന്ന ഹീനകൃത്യം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ രംഗത്ത് ഇന്ത്യയ്ക്ക് മാതൃകയായി കേരളം മാറുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയെ പിടിച്ചു എന്നു മാത്രമല്ല, സമയബന്ധിതമായി തുടർ നടപടിയും സ്വീകരിച്ചു. ജനപ്രിയ നടനും നിർമ്മാതാവും തിയേറ്റർ ഉടമയും സംഘാടകനും വ്യവസായിയുമായ പ്രശസ്തിയിലേക്കാണ് തെളിവുകൾ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടും രണ്ടാമത് ആലോചിക്കാതെ വ്യവസായിയുമായ പ്രതിയിലേക്കാണ് എന്ന് വേണ്ടത്. ഏതായാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ നടപടിയെടുത്തത് ഇടതുപക്ഷ സർക്കാരിന് സ്ത്രീ സുരക്ഷയിലുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്നു. കച്ചവട സിനിമയുടെ സെല്ലിംഗ് പോയിൻ്റായി സ്ത്രീ ശരീരത്തെ കണക്കാക്കുന്നു. ഈ വിൽപ്പന ചരക്കായി മാറിയ ശരീരത്തിന് ചിന്തയും ബുദ്ധിയും ആത്മാഭിമാനവും ഉള്ളതായി കണക്കാക്കുന്നില്ല. ആർക്കും വാങ്ങുകയും വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാവുന്ന ഒരു ഉപഭോഗ വസ്തു സിനിമയിൽ സ്ത്രീകൾക്ക് അവസരം നൽകുന്നത് ഒരു ഔദാര്യമായി കണക്കാക്കുന്നിടത്താണ് ഈ പ്രശ്നമെല്ലാം ആരംഭിക്കുന്നത് എന്ന് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന പാർവതി പറയുമ്പോൾ നമുക്കത് വിശ്വാസയോഗ്യമായി എടുക്കാം. ഇനി ഇന്നത്തെ ചിത്രം. മാലിന്യമുക്തി എന്നാണ് കേരളം നേടുക. അതിനുള്ള ശ്രമം വൈകിയാണെങ്കിലും നാം ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിത്രം കാണുക. ഇത് തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. അവിടെ ആവശ്യം വേണ്ട സുരക്ഷാ സന്നാഹം പോലുമില്ലാതെ ഓടെ വൃത്തിയാക്കുന്ന തൊഴിലാളികളുടെ ദൃശ്യം ദേശാഭിമാനി സിറ്റി ചാറ്റ് പുറം ഇന്ന് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.